ഹലോ, ഇപ്പം ടൈം 5 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരിടം വരെ പോവാണ്. എവിടാന്ന് വഴിയെ പറയാം കേട്ടോ. വേണ്ട സാധനങ്ങളെല്ലാം കൂടെ പറക്കി കെട്ടി പാക്ക് ചെയ്ത് പോവാണ് കേട്ടോ. ഗൈസ്, ഞങ്ങളിന്നൊരു യാത്ര പോവാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഇപ്പം ടൈം ഒരു 5 മണിയൊക്കെ ആയിട്ടോ. നമ്മളിവിടെ നിന്ന് നേരെ പോവാണ്. ഒരാളെ പിക്ക് ചെയ്യാനുണ്ട് പോകുന്ന വഴിക്ക്. ഒരാളല്ല, 2 പേരുണ്ട് കേട്ടോ. 2 പേരും കൂടെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ പോവാണ്. കുറേ കാലമായി നമ്മളിങ്ങനെ രാവിലെയൊക്കെ എണീറ്റ് ഒരു ട്രിപ്പൊക്കെ പോയിട്ട്. ലാസ്റ്റ് ടൈം കൊടൈക്കനാല് പോയത് അമ്മയായിട്ട്, കാറിലൊക്കെ വെളുപ്പിനെയൊക്കെ പോയത്. അതൊരു 4 മണിക്ക് എന്തോ പോയായിരുന്നല്ലേ നമ്മള്. ഇപ്പം 5 മണിക്ക് പോകുന്നത്. പക്ഷെ വെളുപ്പിനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു യാത്രയൊക്കെ പോവാ, വെളുപ്പിനെ എണീറ്റ് റെഡിയാകുന്ന പറയുന്ന ഒരു സത്യം പറഞ്ഞ ഒരു രസമല്ലേ. നല്ലൊരു ആക്റ്റീവ് എനർജിയാ രാവിലെ കിട്ടുന്നത്. വല്ലാത്ത തരം ഒരു സാധനമാണിത്. 90s പാട്ടല്ലേ ഇത്, 80s പാട്ടൊക്കെയാണെന്ന് തോന്നുന്നു. ഗായ്സ്, ദാണ്ട് നമ്മൾ പിക്ക് ചെയ്യാൻ വന്ന ആളിതാ എത്തിക്കഴിഞ്ഞതാ, ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കരീഷ്മയാണ്. നമ്മളവളെ പിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഊഹിക്കാം നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അതാ പറഞ്ഞത്, എനിക്ക് ഭയങ്കര വെട്ടതിൽ. ഗായ്സ്, ദാണ്ട് കരീഷ്മ വന്നു കേട്ടോ. മൈക്കൊന്നും ഇല്ല, കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുമായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ മൈക്ക് മേടിക്കണ്ടേ? അത് തന്നെ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാട്ടോ ഞങ്ങള്. ഷൂ ഒക്കെ കൈ പിടിച്ചിട്ട് വരുന്നു. 2 ഷൂ. ഹലോ ഗൈസ്, ഞങ്ങൾ ട്രിവാൻഡ്രം എത്താറായി. ഗൈസ്, നമ്മള് ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാട്ടോ. ചായ കുടിക്കാൻ ഒരു കടയിൽ കയറിയതാ. അങ്ങനെ എന്താടാ മൈൻഡ് ചെയ്തത്? നമുക്ക് പപ്സ് എങ്ങനെ കഴിക്കാന്ന് ഞാൻ പറഞ്ഞു. വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു തരാണേ. ഇവിടെ ഒരാൾ പറയാം, നമ്മള് പോകുന്ന വീട്ടിൽ ചൂട് പഴങ്കഞ്ഞി ആയിരിക്കും വെച്ചേക്കുന്നത്. അതിനെ പഴങ്കഞ്ഞി നല്ലടാ പറയുന്നത്. നിങ്ങൾ കമന്റ് ചെയ്യേ, പഴങ്കഞ്ഞി ചൂടാക്കില്ല. രണ്ടെണ്ണം കൂടെ തർക്കം. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? എടി, നമുക്ക് ഗസ് ചെയ്യാം. ജ്യോതിയുടെ വീട്ടിൽ എന്തായിരിക്കും ഫുഡ് എന്നുള്ളത്. ജ്യോതിയുടെ വീട്ടിൽ എന്തായിരിക്കും ഫുഡ് എന്നുള്ളത് നീ പറ. അപ്പവും മുട്ടക്കറി. നീ പറ, എന്തായിരിക്കും? അവള് കഴിക്കാൻ തന്ന ഭാഗ്യം, കിട്ടിയ നമ്മുടെ ഭാഗ്യം. ഇവിടെ അപ്പവും ചിക്കൻ കറി. ഇത് ഹൈലി ഒക്കെ ആണ് വിചാരിക്കുന്നത്. ഞാൻ പറയുന്ന അവളുടെ വീട്ടില് ഇഡ്ഡലിയും സാമ്പാറും ആയിരിക്കും. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ഇതൊക്കെ ആയിരിക്കും. പൈസ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഗൈസ്. അതെ അതെ അതെ. ലാഗ് നിങ്ങളുടെ കൂട്ടത്തിലും കാണില്ലേ ഇത്? ലാഗായിട്ട് പൈസ കൊടുത്ത് തീർന്നിട്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന ഒരാള് പറയോ? എല്ലാരും എന്നെ നോക്കൊണ്ടിരിക്കുന്നു. ആരെയും പറയുന്നേ? ഇടയ്ക്കൂടെ ഉണ്ണി ഒന്ന് ആളാവുന്നുണ്ട്. അതാ ഗായ്സ്, നമ്മള് ലുലു ഹൈപ്പർ മാർക്കറ്റ് എത്തിയിരിക്കുകയാണ് ട്രിവാൻഡ്രം. അവിടെ കയറുന്നൊന്നുമില്ല, നമ്മൾ ഈ വഴി അങ്ങ് പോകും. ഗൈസ്, ഈ ബാഗ് കണ്ടോ? ഞാൻ എന്താ ബാക്കിൽ ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പം ഈ വലിയൊരു സഞ്ചി അതിനകത്തിരിക്കുന്നുണ്ട്. ഇതിനകത്ത് എന്തുവാ? സത്യമായിട്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ അത് എന്താന്ന് അവള് കാണിച്ചു തരും. അപ്പൊ നമുക്കൊരു വാട്ട്സ് ഇൻ മൈ ബാഗ് സെക്ഷൻ ചെയ്താലോ? ചിലരൊക്കെ ഇന്ന് ചിരിക്കുന്നുണ്ട് ഗൈസ്. ഓ, ചിരിച്ചൊക്കെ വേണ്ട. വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ്. ഓ, ഇതിനകത്ത് പിന്നെയും വാളറ്റ്. ഇത് സെപ്പറേറ്റ് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് എന്റെ പൈസ ഒക്കെ ഉള്ള വാലറ്റ് ആണ്. ഓക്കെ ഓക്കെ. പൈസ ഒന്ന് കാണിക്കാവോ? സീരിയസ്ലി പൈസ അല്ല, അതിനകത്ത് എന്തുണ്ടെന്ന് കാണിക്കണം. സീരിയസ്ലി പൈസ ഉണ്ട്, അതുകൊണ്ടാ കാണിക്കാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ കാണിക്കത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അഖിലേതാ ഇതിലൊരു നോട്ടം വേണേ? നോട്ടുകൾ കണ്ടോ? ഗോഡ്,
പേപ്പർ നോട്ടാണോ? അല്ല പൊടി പേപ്പറാ അത്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അതൊന്നുമല്ല. ഞാൻ പറയാം. ഇതില് ആദ്യം ഒരു പേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് അങ്ങനെ നമ്മള് ഭാവിയിലെ സെലിബ്രിറ്റി ആണല്ലോ. ഭാവിയിലെ സെലിബ്രിറ്റി ചെയ്യുന്നതാണ്. പിന്നെ പവർ ബാങ്ക് എടുത്ത് ഞാൻ പുതിയ പവർ ബാങ്ക് മേടിച്ചിരുന്നു. ഓക്കെ, ഇതിന്റെ റിവ്യൂ പറ. 2000 mAh ഉണ്ട്. നല്ല രീതിക്ക് കുറെ വട്ടം കുത്തിയിടാൻ പറ്റും. വേറെ ഒന്നും എനിക്കറിയാം. കൊറേ വട്ടം കുത്തിയിടാൻ പറ്റുമോ? കുറെ വട്ടം ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. നോക്കട്ടെ. ഞാൻ വീഡിയോ എടുക്കുമ്പോ അതിനിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാള് ഡൗട്ട് പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ പറയാം. നമുക്കൊന്നും അറിയാം, നമ്മളിത് ആദ്യമായിട്ട് കാണുന്ന. തൊട്ട് നോക്കട്ടെ ഇച്ചിരി. ഓക്കെ. ഇത് ഡൂറസെല്ലിന്റെ മറ്റേ ഇതില്ലേ മറ്റേ ആ ഡ്യൂറസെൽ. ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞു ബാറ്ററി അതിന്റെ ആ കമ്പനിയുടെ. അത് വെറുതെ എടുത്തല്ല, എന്റെ ഫോണിൽ പെട്ടെന്ന് ചാർജ് ചെയ്യും. അവിടുന്ന് ഒരു ഡയലോഗ് വന്ന കണ്ടോടി. ഞാൻ മൈൻഡ് ചെയ്യത്തില്ല ഇങ്ങനത്തെ ആൾക്കാർ പറയുന്നത്. റിവ്യൂ ഇപ്പോഴായിരിക്കും ആൾക്കാർ ഇടുന്നത്. സൈക്കിട്ട് ആൾക്കാർ കാണുന്നവരുണ്ടാവും. ആ കമ്പനി കിട്ടുന്ന ഏറ്റവും വലിയ വൃത്തിയായിരിക്കും. ആ കമ്പനി കിട്ടുന്ന ആ കമ്പനി കിട്ടുന്ന ഏറ്റവും വൃത്തിയായിട്ട് റിവ്യൂ. എന്താണ് അഖിലിന്റെ കമന്റ്? അതെ അതെ, നല്ല അഭിപ്രായം. ഇവരെന്നെ മൈൻഡ് ചെയ്യണ്ട. അതിനെ ഫ്രണ്ടിലോട്ട് വിട്ടതിനല്ല. പിന്നെ എന്റെ ചോറിയുടെ മരുന്ന് ചോറിയുടെ മരുന്ന വേറൊന്നല്ല. എന്റെ കയ്യിലും കാലിലൊക്കെ കൊതുക് കടിക്കും. കൊതുക് കടിക്കുമ്പോ അപ്പൊ ഞങ്ങക്ക് കൊതു കടിക്കത്തില്ല. കൊതുക് കടിച്ച് നിങ്ങൾക്ക് മുഴച്ച് വരത്തില്ലല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് മുഴച്ച് വരും. കുരിപ്പ് കണക്കൊക്കെ. ഓക്കെ അപ്പൊ അലർജി ഉണ്ട്. അപ്പൊ കൊതുകും ആർക്കാരും റെക്കമെൻഡ് ചെയ്യണോ ഈ ബ്രാൻഡ്? കൊതുകൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. കൊതു ഒന്നും കടിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാ? ആ സീരിയസ്ലി? കൊതുക് കടിച്ച് തുടങ്ങുമ്പോ ഞാൻ ഇടും. ഓക്കെ ഓക്കെ. അതിന് ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതെന്റെ ഫേസ് വാഷ് ആണ്, ഡെർമാക്കോടെ. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് അത് യൂസ് ചെയ്തിട്ട്? ഇത് ഓരോന്ന് റിവ്യൂ ചെയ്യണോ ഞാൻ? അതൊന്നും വേണ്ടല്ലോ, ജസ്റ്റ് കാണിച്ചു തരാവേ. പിന്നീട് സെപ്പറേറ്റ്. ഇത് സാലിസിലിക് ആസിഡ് ആക്നെ ഒക്കെ പോകാൻ വേണ്ടിട്ടാണ്. എനിക്കൊരു കുന്തം പോയിട്ടില്ല, എന്നാലും ഞാൻ പറയാം. പിന്നെ എന്റെ ഒരു ഫോണിന്റെ സ്റ്റാൻഡ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ചീപ്പ്. പിന്നെ 2-3 ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. ഞാൻ പോകുന്നത് 1 ഡേ ട്രിപ്പാണ്. എന്നിട്ട് എന്തിനാണ് ഇത്ര സാധനം? ഒരു ലിപ്സ്റ്റിക് എങ്കിൽ ലിപ്സ്റ്റിക്കാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ഷെയ്ഡ് ഏതാ? ഫേവറേറ്റ് റൈസ് ആണ്. പിന്നെ ഇൻസൈറ്റിന്റെ ആണ്. ഇത് 24 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. പക്ഷെ 24 hours ഒന്നും ലാസ്റ്റ് ചെയ്യത്തില്ല. ഒരു 12 hours ഒക്കെ ഒരു രാവിലെ ഇട്ട് വരെ വൈകിട്ട് വരെ കാണും. ഓക്കെ ഓക്കെ. പിന്നെ അത് ഇൻസൈറ്റ് തന്നെ ഒരു ഇത് മേടിച്ചപ്പോ അതിന്റെ കൂടെ ആ ചേച്ചി നിർബന്ധിച്ചടിച്ച ചീപ്പിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല, ചുമ്മാ ചുണ്ടില് മാത്രം. പിന്നെ ലിപ് ലൈനർ, പിന്നെ മേബിലിന്റെ ഒരു ലിപ്സ്റ്റിക്ക്, ഡാസ്ലറിന്റെ ഒരു ലിപ്സ്റ്റിക്ക്. ഇത്ര ഉണ്ട് ലിപ്സ്റ്റിക് ആയിട്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ആയിട്ട് മേബിലിന്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ. ഇത് വേറെ ഫൗണ്ടേഷൻ ആണ് ഗൈസ്. ഞാൻ മിണ്ടാത്തറിയോ? എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. ഓക്കെ. ഇത് 330 ഷെയ്ഡ് നമ്പർ ആണ്. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? 330. അത്രയും ഫൗണ്ടേഷൻ കിട്ടുമെന്നാണോ പറഞ്ഞത്? ഉറപ്പ്? ഉറപ്പില്ല, പക്ഷെ അത്യാവശ്യം കവറേജ് കിട്ടും. അത്യാവശ്യം കവറേജും വെളുത്തിട്ട് മാറാനൊന്നും പറ്റത്തില്ല. എന്നാലും ഇത് സത്യം പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെളുത്തണക്ക് തോന്നും കേട്ടോ. അത് കഴിയുമ്പോൾ കുറച്ചും ഡള്ളായി നമ്മുടെ നോർമൽ സ്കിൻ. ഇതിപ്പോ നിന്റെ സ്കിൻ ടോണായിട്ട് എന്റെ ഒരു അഭിപ്രായം മേബിലിൻ ഇത് വെളുപ്പിക്കുന്ന അതേ കളർ തന്നെ ലാസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടതാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഒരു കൺസീലർ ഉണ്ട് ഇൻസൈഡിന് കേട്ടോ. ഞാൻ വേറൊരു കൺസീലർ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ചുമ്മാ വയ്ക്കുന്നതല്ല, സീരിയസ്ലി. കൺസീലറിന്റെ യൂസ് എന്താണ് ആക്ച്വലി? കൺസീലർ എനിക്കറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഇവിടെയൊക്കെ ഉപയോഗിക്കാം. നമുക്ക് അൺഈവൻ സ്കിൻ ടോൺ ആണല്ലോ ഇവിടെ. പിന്നെ എവിടെയെങ്കിലും നമുക്ക് അതാണോ ഇവര് കോണ്ടൂർ പോലെയൊക്കെ വരച്ചു കൊടുക്കുന്നത്? അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളിടത്തൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന്റെ കളർ സെൻസിന്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ, ഡാർക്ക് കോഫി എന്ന് പറഞ്ഞ ഷെയ്ഡ്. സൂപ്പർ കവറേജ് ആട്ടോ. നമ്മുടെ കുരു എല്ലാം മാഞ്ഞു. പണ്ടെങ്കിൽ ഭയങ്കര കുരു ഉണ്ട്. ഞാൻ ആരെ കാണിക്കാതെ ഒളിപ്പിച്ചോണ്ട് നടക്കുന്നത് ഇത് യൂസ് ചെയ്തിട്ടായിരുന്നു. പിന്നെ ഈ സാധനം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. പണ്ട് ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത് പണ്ട് ഐലൈനറായിട്ടൊക്കെ പണ്ട് പിച്ചക്കാരായിട്ടൊക്കെ നടന്നിട്ട് യൂസ് ചെയ്തായിരുന്നു. ഇത് എത്ര കിട്ടുമല്ലോ? ഇത് 200 രൂപയ്ക്ക് 10-12 ഒക്കെ കിട്ടും. ഇപ്പോഴും ഫ്ലിപ്കാർട്ടിലുണ്ട്. ഇത് യൂസ് ചെയ്യുന്നവരെ കാണാനിരിക്കണം. പക്ഷെ ഞാൻ ഇത് ഐബ്രോ സെറ്റ് ആക്കാൻ വേണ്ടിയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. കുറെ ഇരിപ്പുണ്ട്. ഞാൻ പുതിയ ബ്രാൻഡിലോട്ട് മാറിയപ്പോ പഴയതൊക്കെ അടിച്ചടഞ്ഞപ്പോ ഇത് കുറെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇത് ഐബ്രോ സെറ്റ് ആക്കാനായിട്ട് മാറ്റി വെച്ചു. ഐബ്രോയ്ക്ക് ശരിക്കും ഇത് പറഞ്ഞാൽ കൊള്ളാവുന്ന കേട്ടോ. പിന്നെ മോയിസ്ചറൈസർ ആണ്. ഇതൊക്കെ ആദ്യം കാണിക്കട്ടെ, പിന്നെ അവസാനം വലിയ ഡപ്പയുണ്ട് അവസാനം. ഇത് എല്ലാവർക്കും അറിയാവുന്നിരിക്കും.
പിന്നെ കോമ്പാക്ട് ഫിറ്റ്മിയുടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഫിറ്റ്മി പൗഡർ, കോമ്പാക്ട് പൗഡർ അല്ലേ? മേബിലിന്റെ ഫിറ്റ്മി കോമ്പാക്ട് പൗഡർ. ഇത് കണ്ണാടി എല്ലാവർക്കും അറിയാം. ഓക്കെ ഓക്കെ. പിന്നെ കുഞ്ഞു സിറം ഇത് എന്ത് ഫേസ് ആണോ ഹെയർ ആണോ? ഓക്കെ ഓക്കെ. സ്ട്രീക്സിന്റെ ഹെയർ സിറം ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. മുടി സെറ്റ് ആക്കിയത്. പിന്നെ ലാക്മേയുടെ ഈ ഐലൈനർ കേട്ടോ, കുറെ പേര് ഉപയോഗിക്കുന്നവരുമാണ്. സൂപ്പറാണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ട് കുറെ എണ്ണം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് ചെയ്യുന്നത് വെള്ളം ഒഴിച്ചാലും വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഓരോന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പോവാത്തത് ഇതാണ് കേട്ടോ, നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യും. പിന്നെ എന്റെ ബ്യൂട്ടി ബ്ലെൻഡർ എത്ര ഉള്ളു കേട്ടോ, കുറച്ച് എടുത്തോളൂ, കുറച്ച് സാധനം എടുത്തോളൂ. വളരെ കുറച്ചായിരുന്നു കേട്ടാ. ഇതൊന്നും നീ മേടിച്ചാണോ സെപ്പറേറ്റ് അതോ കിട്ടിയതാണോ? ഇത് മീഷോന്ന് മേടിച്ച കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. മീഷോന്ന് മേടിച്ച. എപ്പം ട്രിപ്പ് പോയാലും എവിടെയെങ്കിലും പുറത്തു പോയാലും ഈ ബാഗ് കൊണ്ട് നടക്കുന്നത്. യൂസ്ഫുൾ ആണല്ലോ, എപ്പോ നമുക്ക് എന്ത് യൂസ് ആണ്, എപ്പോഴാണ് ആവശ്യം എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇത് ശരിക്കും ഇത്രയൊന്നും ഉപയോഗിക്കത്തില്ല, എന്നാൽ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചെടുത്തിരിക്കുന്നത്. എന്താ ശരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ. കണ്ടോ നിങ്ങള്, അതായത് ഡ്രൈവിങ്ങിന് ഇടയ്ക്കും ജിം ഫുഡ് മിസ് ചെയ്യാതെ കഴിക്കുന്ന ആ ഒരാളുടെ ഒരു ഉത്തരവാദിത്തം. ഉണ്ണിക്ക് ഉണ്ണി കൊടുക്കാൻ പോലെ. എന്നാ ഉണ്ണി കഴിക്കും. ഉണ്ണിക്ക് ഉണ്ണി വേണ്ട, മുട്ടയുടെ ഉണ്ണി വേണ്ട. ഉണ്ണി കഴിക്കും. നേരെ നോക്കി വണ്ടി ഓടിക്കണം. നിങ്ങളിപ്പോ ജിമ്മിൽ പോയിട്ട് എത്ര? നോക്കൂ ഗൈസ്, തമിഴ്നാട് എത്തിയേക്കാണ് നമ്മള്. ഫുൾ ഇവിടെ നിങ്ങൾക്കൊരു പ്രത്യേകത അറിയാവോ എന്ന് വെച്ചാല്, നമ്മൾ കേരളത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ കടകളുടെയും ഫ്രണ്ടിൽ ഇംഗ്ലീഷിലായിരിക്കും എഴുതിയിരിക്കുന്നത്. കൂടുതൽ 99% അങ്ങനെ തന്നെ. പക്ഷെ തമിഴ്നാട്ടിലോട്ട് വരുമ്പോൾ കണ്ടിട്ടുണ്ടോ, അവർ ഇംഗ്ലീഷിൽ എഴുതും. അവര് ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്തതിന് അത്ര സ്നേഹമുള്ളതുകൊണ്ടായിരിക്കാം അവർ തമിഴിലും ആ ഇപ്പം ഒരു ഇംഗ്ലീഷിലുള്ള പേരാണ് കടയുടെ പേരെങ്കിലും അവർ മംഗ്ലീഷല്ല, തമിഴിലും കൂടെ ചേർത്തിട്ട്, അതായത് ഇപ്പൊ പോത്തീസ് എന്നാണെങ്കിൽ പോത്തീസ് എന്ന് അവര് തമിഴിൽ തന്നെ എഴുതും, വലുതായിട്ട് തന്നെ എഴുതും. അതായത് ഇംഗ്ലീഷിനെക്കാട്ടി കൂടുതൽ അവര് തമിഴ് ലാംഗ്വേജിന് ഭയങ്കര ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വസന്തൻ ഗോ കണ്ടോ, അവര് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, തമിഴ് എഴുതിയിട്ടുണ്ട് കണ്ടോ. അവര് ലാംഗ്വേജിനോട് അവർക്ക് എത്ര ഇതാണ്. ഏത് വലിയ വലിയ കടകളാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ, എല്ലായിടത്തും തമിഴ് എഴുതി വെച്ചേക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് ഓൾറെഡി ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എന്റെ അച്ഛൻ തമിഴാ, അപ്പൊ അതുകൊണ്ട് കൂടുതൽ അവിടെ പോയിട്ട് അവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് തമിഴിനെ കുറിച്ച് കൂടുതൽ അറിയാം. കമ്പാരിറ്റീവ്ലി കേരള അതിന് എന്ന് വെച്ചാൽ അമ്മ മലയാളിയും അച്ഛൻ തമിഴും. അപ്പൊ രണ്ട് സ്ഥലത്തും പോയി 2 എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, തമിഴ്നാട്ടിലുള്ളവര് തമിഴിനോട് ഭയങ്കര സ്നേഹം കാണിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ മലയാളീസ് സ്നേഹമുള്ളവരുണ്ട്, പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ ഇംഗ്ലീഷിനോടാണ് ഇപ്പൊ എല്ലാവർക്കും സ്നേഹം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ട് പഠിക്കുക. നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ ഷോപ്പിനൊക്കെ മലയാളത്തിലൊക്കെ പേരിടുക. പിന്നെ ഈ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ കേരളയും തമിഴ്നാടും തമ്മിലുള്ള വ്യത്യാസം എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് റോഡൊക്കെ അടിപൊളിയാണ്. തമിഴ്നാട്ടിലെ റോഡൊക്കെ അടിപൊളിയാ. നമ്മുടെ ഇവിടെ കുണ്ടും കുഴിയൊക്കെ ഉള്ള ഹൈവേയിലൂടെ കയറാൻ നല്ല റോഡാന്ന് അറിയാവോ. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരും ഭയങ്കര സ്നേഹമുള്ള ഹെൽപ്പിംഗ്, എന്ന് വെച്ചാൽ മലയാളികൾ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഇല്ലെന്നല്ല, കൂടുതലും തമിഴ്നാട് ആൾക്കാർക്ക് മലയാളികളോട് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മളവരെ പാണ്ഡ്യെന്ന് വിളിച്ച് കളിയാക്കും. സത്യമല്ലേ, കളിയാക്കും. പക്ഷെ അവര് മലയാളി എന്ന് പറഞ്ഞ് കളിയാക്കത്തില്ല, അവരൊരു ബഹുമാനത്തോടെ മലയാളി. അപ്പൊ നമ്മളും അങ്ങനെയൊക്കെ ശീലിക്കണം കേട്ടോ. വല സൈഡിൽ റോഡ് പോകും, அந்த இடத்துல போய் நேരെ തെങ്ങന കുറിച്ച് അമ്മാണ്ടി വേണം. അതിൽ എന്ത് കല്ല് കെട്ടി ഗൈസ്, നമുക്ക് ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയായിരുന്നു കേട്ടോ. നമ്മൾ ചോദിച്ചും പറഞ്ഞൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ മണവാളൻ കുറിച്ച് ചോദിച്ചു പോട്ടെ. ആദ്യം നീയല്ലേ പറഞ്ഞ മണവാളൻ കുറിച്ച് കഴിഞ്ഞിട്ട് അമ്മാണ്ടി വിളை, പിന്നെ കെട്ടുപെട്ടിയ. സൈഡിൽ ഓടണ്ടേ, പോയി വീഴല്ലേ. ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി 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 ശരി. വന്നിട്ട് ബാക്കി പേസറേ ഇവിടെ ആള് പറഞ്ഞു കേട്ടോ മുറിച്ച്. ഗൈസ്, അപ്പൊ നമ്മളിവിടെ എത്തി. എത്തി നമ്മളിപ്പോ തമിഴ്നാട് അവളുടെ വീടിന്റെ അടുത്ത് എത്താറായി. ഞങ്ങൾ അങ്ങനെ എത്താറായി ഗൈസ്. അവളുടെ വീടിൻ്റെ അടുത്ത് എത്തി. ഈ ഗേറ്റ് കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകുന്ന സ്ഥലത്താണ് അവളുടെ വീട്. അപ്പോൾ 8 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ ഞങ്ങൾ +1 തൊട്ട് ഒരുമിച്ച് പഠിക്കുന്നവരായിരുന്നു. അന്ന് തൊട്ടുള്ള തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരമൊക്കെ അവളെ വന്ന് കാണാനായിട്ട് വരേണ്ടി വരും, അല്ലെങ്കിൽ അവൾ ഇത്രയും ദൂരം കല്യാണം കഴിച്ച് പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ.
ചേട്ടൻ ചേട്ടന്ന് വിളിച്ചത് കേട്ടോ. നീ ഒന്ന് എനിക്കധികം പ്രായമൊന്നുമില്ല. സംസാരിക്കാനായിട്ട് വലിയൊരു കൊച്ചുണ്ടായോ? ഗൈസ് നെക്സ്റ്റ് ഇയർ കാർത്തി ഇതുപോലത്തെ ഒരു കൊച്ചിനായിട്ട് നിൽക്കുന്നതായിരിക്കും. ഗൈസ് അതായത് ഇവരാരും ഗസ്റ്റ് ചെയ്ത ഫുഡല്ല ഇതിലൊക്കെ വന്നപ്പോൾ നമ്മൾ വന്നപ്പോൾ ബീഫ് കറിയാണ്. നമ്മൾ ആരും ആ ഒരു ഡിഷ് ഗസ്റ്റ് ചെയ്തതേ അയ്യ പോണേ. നിന്റെ അത്രയും പുള്ളിങ് ഇല്ല എനിക്ക്. കുഞ്ഞിന്റെ ഡ്രസ്സ് ഇട്ടാ ഫുള്ള് കഴിയിട്ടൊക്കെ കണ്ടോ. തമിഴ്നാട്ടിൽ ടെറസിൽ ഈ സാധനം ഇടൂടെ, എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ടൈൽസ് അകത്ത സാധനം ഇല്ലേ, മിക്കവാറും ഇല്ല, എന്തിനു പറയുന്നത് എനിക്ക് അറിയത്തില്ല. മിക്കവാറും എല്ലാ വീട്ടിലും കാണും കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ സിമെന്റ് ആയിരിക്കത്തില്ലേ, ഇവിടെ ഈ ഒരു സാധനം ഇടും. ഈ ഒരു സാധനം അതിനെന്തോ കല്ല് എനിക്ക് അറിയത്തില്ല. ഇത് നമ്മുടെ ജ്യോതിയുടെ റൂമാണ് കേട്ടോ. ഇവള് പിന്നെ ഇങ്ങനെയാണ്, ഈ ബ്ലൂ ലാവൻഡർ ഈ സെറ്റപ്പാണ്. ഇതാരാ ഡിൻഡു ബ്രോയെ മിസ് ചെയ്യുന്നുണ്ട്. പുള്ളി ഗൾഫിലാണ്. അതൊരു റൂമാടാ, മറ്റേ ടിട്ടുവിന്റെ റൂമാന്ന് പറഞ്ഞു. അവൻ എവിടെ ഇല്ല. ദാണ്ടെ ഗൈസ്, ദാണ്ടെ ഇത് പിച്ചി പൂവട്ടാ, പിച്ചിയില്ലേ അത്. ഇത് മുല്ലപ്പൂ, മുല്ലമുട്ട. പെയിന്റിന്റെ കളർ ഉണ്ടോ, പിങ്ക്, ഓറഞ്ച്, പച്ച, റോസ്, അവിടെ നീല. കൊള്ളാല്ലേ. ഇവിടെയും പിച്ചിപ്പൂണ്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു. ഫുള്ള് പിച്ചിമരം, പിച്ചിച്ചെടി. പിച്ചിച്ചെടി കണ്ടോ. അവിടെ ഈ ടെറസിൽ ഈ സാധനം ഇട്ടിട്ടുണ്ട്. ഞാൻ പണ്ട് തമിഴ്നാട്ടിലായിരുന്നപ്പോൾ അവിടെ എല്ലാവരുടെയും ടെറസിൽ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടൈൽസ് അല്ല കല്ലാണ്, എന്ത് പറയുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ആ സാധനം ഇടും കേട്ടോ. എന്തിനാണെന്ന് അറിയാം, ചിലപ്പോൾ തണുപ്പ് കിട്ടാനാണെന്ന് തോന്നുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയല്ലേ. വീട്ടിലും കണ്ടോ ടെറസിൽ സാധനം ഇട്ടേക്കുന്നുണ്ടോ ഈ കല്ല്. നമ്മുടെ അവിടെ ഇതൊക്കെ ഇടണം കേട്ടോ. കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. എല്ലാ വീട്ടിലും ഇതാ മുല്ലച്ചെടി, ഏപ്പിലും വരും. അപ്പുറത്താണ് കേട്ടോ പള്ളി. അവിടെ നമ്മൾ ഈ ബിൽഡിങ്ങിൽ ഇത് പള്ളിയാട്ടോ. ഇത് കയറി വരുന്ന ഭാഗത്ത് ഞാൻ വീഡിയോ എടുത്തില്ലെന്ന് തോന്നുന്നു, ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. അതായത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് കിറിഞ്ച് ഇരിക്കുന്നു. പുള്ളിയാണ്, ഇവനാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്, ഞങ്ങളുടെ സാരഥി. വണ്ടി ഓടിച്ച് ഇവിടെ വരെ എത്തിച്ചത്. ക്ഷീണിച്ചിരിക്കുന്നു. പിന്നാരുടെ കണ്ണടഞ്ഞു പോകുന്നു. വെയിലത്തൊക്കെ കണ്ണ് തുറക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. വെയിലത്തൊന്നും കണ്ണങ്ങോട്ട് തുറക്കാൻ പറ്റത്തില്ല. എന്റെടാ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ക്യൂട്ട്നെസ്സാ, റൊമാൻറ്റിക് ആണോ? ഞാൻ ഓൾറെഡി കാണിച്ചു. അല്ല അത് പറഞ്ഞില്ല, നീ പറഞ്ഞോ. ഇത് സംഭവം ഞങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ട് ഗിഫ്റ്റ് ചെയ്ത സാധനം. ഇല്ല, ഞാനും പകുതി പൈസ ഇട്ടാ. ഡിസൈൻ ചെയ്തത് അതാവാ നീ പറഞ്ഞത്. നീ വേടി 500 രൂപയ്ക്ക് ഞാൻ ഡിസൈൻ. സത്യം പറഞ്ഞ ആ ഡിസൈൻ കൊള്ളത്തില്ല കേട്ടാ. ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കാം കേട്ടോ. ഇവിടാണ് ഈ കൊച്ചിനാണ് റെസ്റ്റ് എടുക്കേണ്ടത്. എന്താ വെച്ചാല് ഇവനാണ് അവിടുന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ചത്. സോ ഞങ്ങൾ ചുമ്മാ, എനിക്കും കരീഷ്മയ്ക്കും സത്യം പറഞ്ഞ നാക്കിനാണ് റെസ്റ്റ് കൊടുക്കേണ്ടത്. പക്ഷെ അത് കൊടുക്കാൻ പറ്റുന്നില്ല. അവളുടെ എക്സ്പ്രഷൻ കൂടെ നോക്കൂ. ഇത് ആരാ വിളിച്ചെങ്കിലും അവര് മനസ്സിലാക്കിക്കൊള്ളുക. ഇവള് ഇങ്ങനെയൊക്കെ പറയുന്നത് ഉടായിപ്പ് കള്ളത്തരാണ്. ഇവള് ഇങ്ങനാണ്, ആരെല്ലാം റാൻഡംലി കോൾ ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനാണ് ഉടായിപ്പൊക്കെ പറയുന്നത്. അവളുടെ എക്സ്പ്രഷൻ പോകുന്ന കേട്ടോ. ഹസ്ബൻഡ് ഇവിടെ
ഹസ്ബൻഡ് ഇവിടെ മന്ദഹസ്യായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതേപോലെ കിടക്കുന്നത്, ഇതിലും ഗതികെട്ട എന്ന രീതിയിൽ കിടക്കുന്നു. സ്നാപ്പിൽ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. അപ്പൊ യൂട്യൂബ് വഴി സ്ഥിരം ഇര, എന്റെ സ്ഥിരം ഇര. ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഗൈസ്. ഇനി ഇവളാണെല്ലാം തരുന്നത്. എങ്ങനെ ഇരിക്കുന്നത് എന്റെ ഇതൊക്കെ ചെയ്യണം. എന്ത് കൊടുക്കുന്ന കുഞ്ഞിന്? ചിക്കൻ റൈസ് മിക്സ് ചെയ്തിട്ടാ കേട്ടോ കൊടുക്കുന്നത്. ചുമ്മാ ചിക്കൻ റൈസ് എന്ന് പറഞ്ഞാൽ റൈസ് നല്ല അർത്ഥം. അത് എന്താ മിക്സിയിലിട്ട് അടിച്ചാ എന്ത് ചെയ്തടി? ഇത് കരീഷ്മയാണെ കൊച്ചിന്റെ റൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, നാണോ ഇല്ലാത്തവള്. നിങ്ങള് മറിഞ്ഞു ഓവർ ആക്ടിങ്. ഗൈസ് നമ്മൾ ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്തു. കാരണം നമ്മൾ ട്രാവൽ ചെയ്ത് വന്ന് നമ്മൾ ഒരുമാതിരി കോലത്തിലിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മള് ഉച്ചക്കത്തെ ഫുഡ് ഇപ്പൊ കഴിക്കുന്നില്ല. ഏത് ബീച്ചിലായിരുന്നു പോകുന്നത്? മുട്ടം ബീച്ച്. മുട്ടം ബീച്ച് പിന്നെ അടുത്താണോ? ഇവിടുന്ന് അടുത്ത മുട്ടം ബീച്ചിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. അവളും കൊച്ചിനെ കൊണ്ടുപോകാനാണ് പ്ലാൻ. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. മഴയൊന്നും ഇല്ലെങ്കിൽ പോയിട്ട് വരാന്ന് വിചാരിക്കും. എന്തായാലും പോവാം. കാരണം നമ്മളെ കാർ ഇത്രയും ദൂരം വന്നല്ലേ. പോയിട്ട് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ ബാക്കി നമ്മളിവിടെ എത്തി ഗൈസ്. ഞങ്ങളെല്ലാരും കൂടി മുട്ടം ബീച്ചിലോട്ട്. നല്ല ക്ലൈമറ്റ്, അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ്. കണ്ടോ കുഞ്ഞുമായിട്ടൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ ചില്ല്. ഇവിടെ കൊച്ചിനെ കൊണ്ടുവരരുത് പോത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. ആ കൊച്ചി ഇവിടെ സ്വർണ്ണം കെട്ടിയാണ് നടന്ന് കാണിക്കും. നോക്കൂ കൊച്ചിന്റെ മൂത്തോട്ട് നോക്കൂ. ഉറക്കം വരുന്നു. സ്കിൻ കെയർ സീക്രട്ട് പറയും. കാരണം ഇതിൽ ഇത്രയും ബ്രൈറ്റ് ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഇവളാണെങ്കിൽ സ്കിൻ ടോൺ കൂടി. ഇവളുടെ ഒരു ഒറിജിനൽ സ്കിൻ ഉണ്ടാകും. അത് ഇപ്പൊ പുറത്തോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് എങ്ങനെയാണ് ഞങ്ങൾക്ക് സീക്രട്ട് അവള് പറഞ്ഞത്. നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാൻ പറഞ്ഞു ഞങ്ങള്. അങ്ങനെ ഞങ്ങളെ കണ്ടില്ലേ ഫുൾ ടാൻ അടിച്ച്. ഫുൾ ടാൻ. നമ്മള് കൊച്ചിനെ നോക്കുന്നിടത്ത് ഇത് നമ്മൾ കുറച്ച് വല്ലപ്പോഴും ശ്രദ്ധിക്കുന്നത്. എങ്ങനെയാ നീ ശ്രദ്ധിച്ചെന്ന് പറയൂ. ഒരു സംഭവത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് അത് തന്നെ ഞാൻ ടോട്ടലി ചെയ്തു. വീട്ടിൽ നിന്ന് എന്തിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത്? ഫുൾ റൈസ് വാട്ടർ. സത്യം പറഞ്ഞാൽ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളത്തിന്റെ പ്രോഡക്റ്റ്. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ പോരെ? കഞ്ഞിവെള്ളത്തിന്റെ എല്ലാ പ്രോഡക്റ്റോ? യാ എന്തൊക്കെയാ പറഞ്ഞേ? ഹൈഫൻ റൈസ് വാട്ടർ, ഫേസ് വാഷ്, പിന്നെ ഗുഡ് വൈബ്സിന്റെ റൈസ് വാട്ടർ ടോണർ, മാമാർത്തിന്റെ റൈസ് വാട്ടർ സെറം, പിന്നെ പ്ലമ്മിന്റെ മോയ്സ്ചറൈസർ റൈസ് വാട്ടർ, ഓക്കെ, പിന്നെ ഡീകൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീൻ. ഇഷ്കമ്മലിബ. പിന്നെ അതേത് ഷേഡാണ് ഷേഡ് അറിയത്തില്ല, പക്ഷെ ലിപ്സ്റ്റിക് ഉണ്ട്. സ്വിസ് ബ്യൂട്ടി. പിന്നെ മാർസിന്റെ ഗ്ലോസ്. ഓ വാവ്. പിന്നെ വേറെ ഒരു ലിപ് ലൈറ്റ് ജോലി ചെയ്തിട്ട് ഇവക്ക് ഇതൊന്നും മേടിക്കാൻ പറ്റുന്നത്. റിച്ച് ഹസ്ബൻഡിനെ കെട്ടുക, സെറ്റിൽ ആവുക, ഇതുപോലൊരു കൊച്ചിനെ പ്രസവിക്കുക, നമ്മള് ലൈഫ് സെറ്റില്. ആ റൗണ്ട് പോലത്തെ സാധനത്തിലാണ് നമ്മൾ പോയിരുന്ന് കഴിക്കുന്നത്. ഇവിടെ എല്ലാവരും അങ്ങനെ വന്നിരുന്ന് ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടിരുന്ന് കഴിക്കുന്നത്. നമ്മളും അങ്ങനെ പോയിരുന്ന് കഴിക്കാൻ പോകും. ബിരിയാണിയാണ് സ്പെഷ്യൽ ബിരിയാണി ഇതുപോലെ പോകുന്നവളുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അതെ 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 അതെ. അപ്പം നമ്മള് കഴിച്ചു നോക്കിയിട്ട് ബാക്കി അഭിപ്രായം പറയാം. ഓക്കെ. ജോലി പറയുന്നത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവര് പോലും ഇത്രയും ചാടയില്ല. 95 സബ്സ്ക്രൈബേഴ്സ് ഉള്ള 125 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഞങ്ങൾക്ക് ഇത്രയും ചാടണം. കുറച്ചാലും കഴിയുമ്പോൾ നമ്മള് 1 മില്യൺ ഒക്കെ
ഇത് നമ്മൾ കഴിക്കാനിരുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. കറക്റ്റ് ബീച്ച് വ്യൂ ആണ് നമുക്ക് കിട്ടിയത് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു കേട്ടോ ആ വീട്ടിൽ നിന്ന് തന്നെ. ബിരിയാണി ആയിരുന്നേ. അപ്പോൾ നമ്മളിത് ഇതിപ്പോൾ ഇവിടെ നിന്ന് വന്ന് ചാടി കയറി സ്ക്രീൻ സ്പേസ് തപ്പി വന്നതാന്ന് തോന്നുന്നു കേട്ടോ. അതല്ല, ഇത് ജ്യോതിയുടെ ഫാദർ ഇൻ ലോ ആണ് കേട്ടോ. ഇത് മദർ ഇൻ ലോ. നമ്മൾ ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ തുടങ്ങുകയാണ് ഗൈസ്. ജ്യോതിയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഗൈസ്. കൊള്ളാവോ? ഇതാ ബീച്ചിന്റെ ഈ ഒരു ഭാഗത്തിരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ പറയുന്നത് കേട്ടോ. ഞാനും കഴിച്ചു നോക്കിയിട്ട് പറയാവേ. കൊള്ളാം കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി നടക്കുകയാണ് ഗൈസ്. ഇവിടുന്ന് ഇറങ്ങി നടന്ന് ബീച്ച് വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പോകുമായിരുന്നു. ഇവിടെ ഫുള്ള് പാറകളാണ് കേട്ടോ. പാറയും അതുപോലെ തന്നെ കല്ലുകൾ, വലിയ വലിയ കല്ലുകൾ, ആ ഒരു ടൈപ്പിലാണ് ഇവിടെ കൂടുതലും. ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെ, ഈ ബീച്ചിൻ്റെ ഹൈലൈറ്റ് തന്നെ പാറയാണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഇവൾ മാത്രമല്ല, ജ്യോതി, ഞങ്ങൾ 3 പേരും ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. +1 തൊട്ട് ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചല്ല കേട്ടോ ഇത്രയും കാലമൊക്കെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന്. കൂടെ പഠിച്ച എല്ലാ ആൾക്കാരെയും വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ 3 പേര് ഇപ്പോഴും പഴയ അതേ ബോണ്ടിൽ നിലനിൽക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ ഇനിയും മെയിൻറ്റെയിൻ ചെയ്ത് പോകും കേട്ടോ. ഒരിക്കലും ചോദിക്കൊരു കുഞ്ഞ്, അതുപോലെ അവൾ ഇത്രയും ദൂരം കല്യാണം കഴിച്ച് വരും, നമ്മളിവിടെ ഇവളെ കാണാൻ വരും, ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷയല്ല കേട്ടോ. പക്ഷേ ലൈഫിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിലൊക്കെ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ ജ്യോതിനെ കണ്ടുമുട്ടി, നമ്മൾ ഇറങ്ങാണ്. ഒരാളുടെ ശവം അടക്കമാണ് ഇവിടെ. ചിലരൊക്കെ നമ്മുടെ സംസാരം കേട്ടിട്ട് ചെവിതല ഇല്ല, ഇയർബഡ്സ് ഒക്കെ പോയി ചോദിച്ചാൽ ജോലി തിരിച്ചു വരുമ്പോഴല്ലേ പോകുന്നത്. തരാതെ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വ്ലോഗ് എന്റെ ഇന്നില്ല, ഇവിടെ ഇനി ഉണ്ട്, കുറച്ചുകൂടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിവിടുന്ന് പോവുക, ഇറങ്ങാണ് കേട്ടോ. നമുക്ക് ഒരു 4:15 ആയി നമ്മൾ തിരിക്കാം. ഞങ്ങൾ തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ യാത്ര തിരിച്ചു പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ചിക്കിങ്സിൽ കയറാൻ നേരിച്ചേട്ടോ. വേറെ ഒന്നുമില്ല, പോയ വഴിക്ക് ഇങ്ങനെ പിസ്സ തിന്നാൻ ഭയങ്കര കൊതി. മേരി കഴിച്ച് നമുക്ക് പോവാം. ഞങ്ങൾ മെനു വായിച്ച് പഠിക്കുകയാണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഗ്രാഫിക് ഡിസൈനേഴ്സാണ്. ഇങ്ങനെയാണ് ഒരു കാര്യം ഡിസൈൻ ചെയ്യുന്നത്. അകലൊരു ഞെട്ടല് കാണുന്നത്, കണ്ണു തിളക്കം. ദൂരത്ത് കണ്ണാടി വെച്ച് നോക്കണം, അത്രയ്ക്കും ചെറുതായിട്ട് വേസ്റ്റ് ചെയ്യും. അമ്മമാരൊക്കെ വരുമ്പോൾ എന്ത് കഷ്ടമാണ്. ശരിക്കും ഞാൻ പറഞ്ഞതാണ്. ഞാനും കരിഷ്മയും പിസ്സ ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷെ ഞങ്ങളുടെ സാധനം വന്നില്ല. ആക്ച്വലി ഇതിന് ലേറ്റ് ആവും എന്നാണ് പറഞ്ഞത്. 15 മിനിറ്റ് ആവും. പിസ്സ 10 മിനിറ്റ് ആവും എന്നാണ് പറഞ്ഞത്. പക്ഷെ ശരിക്കും പിസ്സയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. 10 മിനിറ്റിലെ പിസ്സ വന്നോ? 10 മിനിറ്റിൽ പിസ്സ വന്നോ? ഇവിടെ വന്നില്ലല്ലേ? എന്ത് വിടല്ലേ? ഇവരെ കണ്ടു. ഞങ്ങൾക്ക് വേണ്ടി കഴിക്കാതെ വെയിറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ പാർട്ട്നേഴ്സിനെ കണ്ടു. ഞങ്ങൾക്ക് പിസ്സ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നല്ല കേട്ടോ, ഞങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. വന്നിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ പിസ്സ വന്നു ഗൈസ്. ഞങ്ങൾ കഴിച്ചു തുടങ്ങി. ഇതിലോട്ടൊരു നോട്ടം ഉണ്ട്, പക്ഷെ തരത്തില്ല. എന്താ അതൊക്കെ തരും. Cheers. ഭയങ്കര ചീസയാണ്. എവിടെ? നല്ല ചീസയാണ്. പിന്നെ ഇതിനടക്കൂടെ ഒരു സ്ട്രിപ്സ് എടുത്ത് കട്ട് തിന്നായിരുന്നു. ടേസ്റ്റ് ചെയ്യാൻ നോക്കിയതാ.
പിന്നെ ഇതിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് അടിച്ചു ഇച്ചിരി ഒരു 10-12 ഉണ്ടായിരുന്നു കുട്ടിക്കേറ്റ് വയ്ക്കുക. ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ദിവസം കൊള്ളായിരുന്നു. എനിക്ക് ഞങ്ങൾ 4 പേരും കൂടെ കാറിൽ പോകുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും ദൂരം പോകുന്നത്. കാറിൽ ബോറടിച്ചോ? അത് ഇവരോട് ചോദിക്കും. അത് ഇവരോട് വേണം ചോദിക്കാൻ. പറയൂ. ബോറടിച്ചോ കാറില്? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അത്രയ്ക്ക് ചെവിക്ക് നല്ല സുഖമായിരുന്നു. കേൾക്കാൻ വയ്യെന്ന് നമ്മള് പറയുന്നു കേൾക്കുന്നില്ല. അത്രക്കൊന്നുമില്ല. ഞങ്ങൾ ഭയങ്കര ഡീസന്റ് ആണ്. ഞാനും കരീഷ്മയും ഞങ്ങളുടെ ഉള്ളിലത്തെ ഞങ്ങളുടെ ഇടക്കുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അത് വന്ന് ഒളിച്ചിട്ടിട്ട് ചെവി വേദന എന്ന് പറയുന്നത് മരണം. ഗോസിപ്പൊന്നുമല്ല, ഞങ്ങൾ ചെറുതായിട്ട് നാട്ടു നടപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചാൽ ഓരോരുത്തരുടെ ജീവിത രീതികള്, അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് അവരിപ്പോ എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരാരെ കൂടാണ്, എങ്ങനെ പോകുന്നു, ഇങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. പരസ്പരം അറിയണമല്ലോ കാര്യങ്ങൾ. കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രഞ്ച് കൊള്ളാം, പക്ഷെ ഇച്ചിരി ഓയിലിയാണ്. അങ്ങനെ ഞങ്ങളുടെ ദിവസം ഇന്ന് തീരാൻ പോവുകയാണ്. ഇന്നത്തെ ട്രിപ്പ്. എത്ര മണിക്ക് ഇറങ്ങിയതാ? രാവിലെ 4 മണിക്ക് ഞങ്ങൾ എണീറ്റു. ഞാനും ഉണ്ണിയും ഞങ്ങൾ രണ്ടും 6 മണിക്ക് ബുക്ക് ചെയ്തു. 5 മണിക്ക് ഞങ്ങൾ ഇറങ്ങി 6 മണിക്ക് ബുക്ക് ചെയ്ത്. എന്നിട്ട് നമ്മൾ നേരെ വിട്ടതാണ്. 10:30 ആയി അവിടെ എത്തിയപ്പോൾ. ഞങ്ങൾക്ക് ഇടയ്ക്കൊന്ന് വഴി തെറ്റിപ്പോയായിരുന്നു. അങ്ങനെ 10:30 ആയപ്പോൾ അവിടെ എത്തി. ഒരു വട്ടോ? ശരി, ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് മാപ്പ് ഞാനും പറയാറുണ്ട്, ഇവളും പറയാറുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഇച്ചിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തെറ്റിപ്പോയി. അതിനാണ് ഉണ്ണി ഇങ്ങനെയൊക്കെ പറയുന്നത്. ട്രാഫിക് അല്ലേ, പിന്നെ ഗൂഗിൾ മാപ്പിന്റെ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല യൂസ് ചെയ്ത്. മൊത്തം മണി കണക്കുമല്ലേടോ? മൊത്തം ലാഗാണ്, അറിയാലോ. ഒരാളുടെ ഫോണിൽ നോക്കുമ്പോൾ 15 മിനിറ്റ്, ഒരാളുടെ ഫോണിൽ നോക്കുമ്പോൾ 20, വേറെ ഫോണിൽ നോക്കുമ്പോൾ അരമണിക്കൂർ. ഗൂഗിളിനെ പറ്റി എവിടെ പോയി റിവ്യൂ ഇടൂ? ഗൂഗിൾ മാപ്പിനെ കുറിച്ച് റിവ്യൂ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഞങ്ങൾക്ക് അറിയത്തില്ല. ഉണ്ടോ? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.